السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പഠനങ്ങളിൽ സൂറത്തു നിസായിലെ 23-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലാ തൻകിഹൂ മാ നകഹ ആബാഉകും മിനൻ നിസായി ഇല്ലാ മാ ഖദ് സലഫ ഇന്നഹു കാന ഫാഹിഷതൻ വമഖ്തൻ വസാഅ സബീലാ. വലാ തൻകിഹു, വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലാ തൻകിഹു, നിങ്ങൾ വിവാഹം കഴിക്കരുത്. മാ നകഹ ആബാവുക്കും, നിങ്ങളുടെ പിതാക്കന്മാർ വിവാഹം കഴിച്ചവരെ. മിനൻ നിസായി, സ്ത്രീകളിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാർ വിവാഹം കഴിച്ചവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ഇല്ല മാ ഖദ് സലഫ, കഴിഞ്ഞു പോയതൊഴികെ. അപ്പോൾ ഖുർആൻ അവതരിക്കുന്ന സന്ദർഭത്തിൽ ലോകത്ത് പിതാക്കന്മാർ വിവാഹം കഴിച്ച് പിതാക്കന്മാർ മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ വിവാഹമോചനം നേടുകയോ ചെയ്ത സ്ത്രീകളെ ആൺമക്കൾ വിവാഹം കഴിക്കുന്ന രീതികൾ നിലനിന്നിരുന്നു. ഖുർആൻ അതിനൊരു ഖണ്ഡിതമായ തീരുമാനം പറയുകയാണ്: വലാ തൻകിഹു മാ നകഹ ആബാഉകും, നിങ്ങളുടെ പിതാക്കന്മാർ വിവാഹം കഴിച്ചവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന്. ഇല്ലാ മാ ഖദ് സലഫ, മുൻകടന്നു പോയ ചില കാര്യങ്ങളുണ്ട് അത് സംബന്ധമായിട്ട്, അതൊഴികെ. എന്നിട്ട് തുടർന്ന് പറയാണ്: ഇന്നഹു കാന ഫാഹിഷതൻ, അത് വളരെ മോശമായ ഒരു കാര്യമാണ്. ഇന്നഹു കാന ഫാഹിഷതൻ വമഖ്തൻ, വെറുക്കപ്പെട്ട കാര്യവുമാണ്. വമഖ്തൻ വസാഅ സബീല, അതൊരു മോശം വഴിയുമാണ്. അപ്പോൾ ഒരു മോശം വഴിയാണ്, അള്ളാഹു വെറുക്കപ്പെട്ടതാണ്, അതൊരു നിന്ദ്യമായ കാര്യവുമാണ്. മുൻപ് അങ്ങനെ ചെയ്തു പോയി എങ്കിൽ അതൊഴികെ എന്ന് പറയുന്നു. ഇത് സംബന്ധമായും ഹസ്രത്ത് ഖലീഫത്തുള്ള നൽകുന്ന വിശദീകരണം കൂടി നോക്കാം. ദ സെൻറ്റൻസ് എക്സെപ്റ്റ് വാട്ട് ഹാസ് ആൾറെഡി ഒക്കേർഡ്, മുൻപ് സംഭവിച്ചത് ഒഴികെ എന്ന് പറയുമ്പോൾ അങ്ങനൊന്ന് സംഭവിച്ചു പോയെങ്കിൽ അത് നിലനിർത്താം എന്ന് ധരിക്കാൻ സാധ്യതയുണ്ട്. ഈ വചനത്തിലെ എക്സെപ്റ്റ് വാട്ട് ഹാസ് ആൾറെഡി ഒക്കേർഡ്, നേരത്തെ സംഭവിച്ചതൊഴികെ എന്നതിൻ്റെ അർത്ഥം ഡസ് നോട്ട് മീൻ, അത് അർത്ഥമാക്കുന്നില്ല ദാറ്റ് സ്റ്റെപ്പ് മദേഴ്സ് ടേക്കൺ ആസ് വൈഫ്സ്,
രണ്ടാനമ്മമാരെ ഭാര്യമാരായി സ്വീകരിച്ചവർ. ബിഫോർ ദിസ് കമാൻഡ്മെൻറ്റ്, ഈ കൽപ്പനയ്ക്ക് മുമ്പ്, വാസ് റിവീൽഡ്, കുഡ് ബി റീറ്റെയിൻഡ്, അവരെ നിലനിർത്തി കൊണ്ടുപോകാം എന്ന് ഉള്ള കൽപ്പന അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിഫോർ ദിസ് കമാൻഡ്മെൻറ്റ് വാസ് റിവീൽഡ്, ഈ കൽപ്പന ഇറങ്ങുന്നതിന് മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുഡ് ബി റീറ്റെയിൻഡ്, അത് നിലനിർത്താം എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഇറ്റ് മീൻസ് ഈസ്, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദാറ്റ് ദ ഹാം ഡൺ ഇൻ ഇഗ്നറൻസ്, അജ്ഞതയാൽ, അറിവില്ലായ്മയാൽ അങ്ങനെ സംഭവിച്ച ആ മുറിവുകൾ, ആ ദോഷങ്ങൾ ഈസ് ഫർഗിവൺ, മാപ്പാക്കപ്പെടുന്നതാണ്. അജ്ഞതയാൽ, അറിവില്ലായ്മയാൽ, വിവരമില്ലായ്മയാൽ സംഭവിച്ചു പോയ അത്തരം കാര്യങ്ങളെ അള്ളാഹു മാപ്പാക്കുന്നതാണ്. ബൈ അള്ളാഹ്, ഇറ്റ് ഈസ് ഫർഗിവൺ ബൈ അള്ളാഹ്. ബട്ട് അറ്റ് ദ സെയിം ടൈം, അതേസമയം ദ ബിലീവേഴ്സ് മസ്റ്റ് മേക്ക്, വിശ്വാസികൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് അമൻസ്. ദ ബിലീവേഴ്സ് മസ്റ്റ് മേക്ക് അമൻസ്, വിശ്വാസികൾ തീർച്ചയായും തെറ്റ് തിരുത്തേണ്ടതാണ്. മേക്ക് അമൻസ്, തെറ്റ് തിരുത്തേണ്ടതാണ്. ആൻഡ് ഡൈവോഴ്സ് അറ്റ് വൺസ്, എത്രയും വേഗം അവരെ വിവാഹ മോചനം നടത്തുകയും ചെയ്യേണ്ടതാണ്. ദീസ് വുമൻ, ഈ സ്ത്രീകളെ, ഹു ആർ ക്ലിയർലി ഇല്ലീഗൽ ഫോർ ദം, വ്യക്തമായും അവർക്ക് അനുവദനീയമല്ലാത്തതാണ് അവർ. അപ്പോൾ പിതാക്കന്മാർ വിവാഹം കഴിച്ച രണ്ടാനമ്മമാരെ മക്കൾ വിവാഹം കഴിക്കരുത് എന്നും അപ്രകാരം സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അത് നിഷിദ്ധമായ കാര്യവും മോശമായ ഒരു വഴിയുമാണെന്നും വിശ്വാസികളായി തീർന്നവർ എത്രയും വേഗം ആ തെറ്റ് തിരുത്തി നേർവഴിയിലൂടെ സഞ്ചരിക്കേണ്ടതുമാണ്. മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ മാർഗരേഖകളാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മാർഗരേഖകൾ ആരൊക്കെ പിന്തുടരുന്നുവോ അവരുടെ ജീവിതം എളുപ്പമായി തീരുന്നതാണ്, സന്തോഷകരമായി തീരുന്നതാണ്, സൗഹാർദ്ദപരമായി തീരുന്നതാണ്. എല്ലാ നിലയിലും അവർക്ക് സമാധാനത്തോടുകൂടി അവരുടെ ദിനരാത്രങ്ങൾ കഴിയാവുന്നതാണ്. കുടുംബത്തിലും സമൂഹത്തിലും ഏറ്റവും ഉത്തമമായ ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുവാനാണ് വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനകൾ അവതരണമായിരിക്കുന്നത്. ഇതിന് തുച്ഛമായ പരിഗണനയാണ് മനുഷ്യരുടെ ജീവിതത്തിൽ ഇന്ന് പുലർത്തുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് ഘനപ്പെട്ട, വിലപ്പെട്ട, മഹത്വപൂർണമായ എത്ര ഉപദേശങ്ങൾ പുതുതായി വിവാഹം കഴിക്കാൻ പോകുന്ന വധൂവരന്മാർക്കും അതുപോലെ വിവാഹിതരായി കഴിഞ്ഞവർക്കും അവരുടെ ജീവിതം സന്തുലിതമായ നിലയിൽ, ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത നിലയിൽ ക്രമവൃദ്ധമായി മുന്നോട്ട് പോകുന്നതിനുള്ള വഴികൾ തുറന്നു വച്ചിരിക്കുന്നു. എത്ര എളുപ്പമായ വഴികളാണ്! യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. അല്ലാഹു തആല നിയമങ്ങൾ പുറപ്പെടുവിക്കുന്നത് നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കാനാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ, നിങ്ങളുടെ ജീവിതം എളുപ്പമാകാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും വരണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. അതിനാണ് നിയമങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വിവാഹത്തിൻ്റെ വിവിധ സംഗതികളുമാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത്? എത്രയോ നിസ്സാരമായ കാര്യമാണ് ഇത്. ഇന്ന് ഈ നിസ്സാരമായ കാര്യത്തെ ഇന്ന് കടക്കാരാക്കിയും കടക്കെടുതിയിലാക്കിയും സമൂഹത്തിനെ ബുദ്ധിമുട്ടിച്ചും ഒക്കെയാണ് ഇന്ന് വിവാഹം നടത്തുന്നത്. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും കാണിച്ച് തന്നതനുസരിച്ചാണെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇഷ്ടമാണ് എന്ന് കണ്ട് തീരുമാനിച്ചാൽ, രണ്ട് കുടുംബങ്ങൾ അതിനൊരു എഗ്രിയബിളായിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ടെങ്കിൽ അതൊന്നുകൂടി ഒരു മേമ്പൊടിയാണ്. ആ ചെറിയ സദസ്സിൽ വെച്ച് വിവാഹം കഴിച്ച് നിങ്ങൾ സന്തോഷമായിട്ട് കഴിയും മക്കൾ.
ഇന്നത്തെ ഈ ലോകത്തിലെ വ്യവസ്ഥ വെച്ചാണെങ്കിൽ രജിസ്ട്രേഷൻ ഓഫീസുണ്ട്, അങ്ങോട്ട് ചെന്നാൽ അവിടെ 2 സാക്ഷികളുമായി പോയാൽ അതും നമുക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാം. ഇങ്ങനെ പുരുഷനും സ്ത്രീക്കും ജീവിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത എത്രയും എളുപ്പകരമായ പ്രായപൂർത്തിയായ അവരുടെ ജീവിതം സന്തോഷകരമായി തീരുന്നതിന് വേണ്ടി പോക്കറ്റിൽ നിന്നും ഒന്നും എടുക്കണ്ട, നിങ്ങൾ അധ്വാനിക്കുന്ന നിങ്ങൾ ജീവിക്കാൻ പഠിക്കുക. അതുകൊണ്ട് അതിന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു വരുത്തി അവർക്കെല്ലാം ആഹാരം ഒരുക്കി അവരുടെ കയ്യിൽ നിന്നെല്ലാം കുനിഞ്ഞു നിന്ന് കൈ നീട്ടി കാശ് വാങ്ങിച്ച് എന്തെല്ലാം അനാചാരങ്ങളാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പുഴുക്കുത്തുകളാണ്. ഇതിനെതിരായി അടരാടാനും പോരാടാനുമാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. അത് എക്കാലത്തും അതിൻ്റെ തനിമയോടുകൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് ഉൾക്കൊണ്ടവർക്ക് ഇത് വളരെ എളുപ്പമാണ്. ജീവിതം വളരെ എളുപ്പമാണ്, ആസ്വാദ്യകരമാണ്, സന്തോഷകരമാണ്, ഐശ്വര്യപൂർണമാണ്, ആനന്ദകരമാണ്. ഇത് മനസ്സിലാക്കിയവർക്ക്. മനസ്സിലാക്കാത്തവർക്കോ ഇന്നഹാല കബീറത്തുൻ ഇല്ലാൽ ഖാശിഈൻ എന്ന് പറഞ്ഞത് നിസ്കാരമൊക്കെ ഭയങ്കര എടുക്കാൻ വയ്യാത്ത പാടാണെന്ന ഭയഭക്തി ഇല്ലാത്തത് കൊണ്ടാണ്. ഈ വചനത്തോട്, ഈ ഖുർആനോട്, നിങ്ങളുടെ സൃഷ്ടാവിനോട്, നിങ്ങളുടെ രക്ഷിതാവിനോട്, നിങ്ങളെ മരിപ്പിച്ചു കൊണ്ടുപോകുന്ന നിങ്ങളുടെ രക്ഷകനായ അവനോട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ വിശ്വാസ സംഹിതകൾ നിങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും പരിശ്രമിക്കും. ഇനി ആ രക്ഷിതാവിൽ വിശ്വാസമില്ല എങ്കിൽ കുറേ ഇഹലോകത്തിലുള്ള കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നാം ഓരോരുത്തരും തിരിയേണ്ടതാണ്. അള്ളാഹുവിൻ്റെ കലാമിന് വേണ്ടി, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി അത് നിലനിർത്താനും നിലകൊള്ളാനുമായിട്ട് നിൽക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായി വരണം. അതിന് വ്യക്തമായ കാഴ്ചപ്പാടുകളും ജീവിത രീതികളും ശൈലികളും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തറക്തു ഫീക്കും അംറൈനി, നിങ്ങളിൽ ഞാൻ 2 കാര്യങ്ങൾ ഉപേക്ഷിച്ച് പോവുകയാണ്. ഇതാ തമസ്സക്തും ലൻ തദല്ലു, നിങ്ങളത് മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴിവഴിക്കില്ല കേട്ടോ. കിതാബ് അല്ലാഹി വ സുന്നത്ത റസൂലില്ല, അത് അള്ളാഹിൻ്റെ ഗ്രന്ഥവും റസൂലുള്ളാഹിയുടെ ചര്യയാണ് കേട്ടോ. ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾ വളർന്നു വരുവാണോ? അങ്ങനെ വളർത്തുന്നോ? ഇതൊന്ന് കേൾക്കാൻ, ഇതൊന്ന് മനസ്സിലാക്കാൻ, ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ ഉള്ള അവസരം നിങ്ങൾ ആ കുട്ടികൾക്ക് കൊടുക്കുന്നു. കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വെച്ചാലും ചിലപ്പോൾ അവർക്ക് വേണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ നോക്കിയാൽ അത് ശരിയാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാകുക. നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ ഒന്നിൻ്റെയും അടിമകളല്ല, നമ്മൾ അള്ളാഹുവിൻ്റെ മാത്രം അടിമകളാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായിട്ട് മാത്രമേ ഞങ്ങൾ ഈ ഭൂമി ജീവിതത്തിൽ ജീവിക്കൂ എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഓരോ വ്യക്തിക്കും തീർച്ചയായിട്ടും അങ്ങനെ ജീവിക്കാൻ കഴിയും. അതിനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വചനവുമായി നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കാണാം. ജസാക്കുമുല്ലാഹി ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.